തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ അതിന്റെ പ്രചരണമൊക്കെ മുന്നേറുന്നതിനിടെ ഈ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ഫോട്ടോ കണ്ടിട്ടെങ്കിലും കുറച്ച് വോട്ടെങ്കിലും പോരട്ടെ എന്ന മട്ടിലാണ് ചിലരൊക്കെ. ഇന്ന് തിരിയാൻ നേരമില്ലാത്തത്രയും തിരക്കിലാണ് ഫോട്ടോഗ്രാഫർമാരും. തെരഞ്ഞെടുപ്പ് കാലം സ്റ്റുഡിയോകൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും പ്രതീക്ഷയുടെ കാലം കൂടിയാണ്. ഇവരിൽ പാക്കേജ് അടിസ്ഥാനത്തിൽ ഫോട്ടോയും റീലും ഉൾപ്പെടെ ചെയ്തു കൊടുക്കുന്നവരുമുണ്ട്. നൂറുകണക്കിന് സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു തുക കയ്യിൽ കിട്ടുന്നതിന്റെ സന്തോഷത്തിലാണ് ഫോട്ടോഗ്രാഫർമാർ. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കായി സ്ഥിരമായി ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോകളും സജ്ജമാണ്. ഫോട്ടോ കണ്ടാൽ വോട്ടിംഗ് പോരണമെന്നാണ് സ്ഥാനാർത്ഥികളുടെ അഭിപ്രായം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങളിലേക്ക് പ്രചരിപ്പിച്ച് അങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഫോട്ടോയൊക്കെ കണ്ടിട്ട് വോട്ട് ആൾക്കാർ ചെയ്യണം. ഫേസ്ബുക്കിലും വാട്സപ്പിലും മിന്നിത്തിളങ്ങാനുള്ള ത്രില്ലും സ്ഥാനാർത്ഥികളുടെ മുഖത്ത് കാണാം. യുവാക്കളെ ആകർഷിക്കാൻ കിടിലൻ പോസ്റ്റ് വേണമെന്നാണ് ഇവർ പറയുന്നത്. പോസ്റ്റുകളിലെ വ്യത്യസ്തത വോട്ടർമാരെ ആകർഷിക്കുമെന്നും സ്ഥാനാർത്ഥികൾ കരുതുന്നു. പ്രചരണ തിരക്കിൽ പെടുന്നതിന് മുമ്പ് തന്നെ വ്യത്യസ്തമായ വീഡിയോകളും ഫോട്ടോകളും എടുത്ത് വൈബാക്കി മാറ്റാനാണ് ക്യാമറാമാൻമാരുടെ ശ്രമം. സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനുമൊപ്പം പോസ്റ്ററുകളും ഫ്ലെക്സുകളും നല്ല ഗ്ലാമറിൽ തന്നെ സ്ഥാനാർത്ഥികൾക്ക് വേണമെന്നാണ് അഭിപ്രായം. ഇനി ഡിസംബർ 13 ഫലം വരുമ്പോഴറിയാം ഗ്ലാമറസ് ഫോട്ടോയെല്ലാം ജനങ്ങൾ ഏറ്റെടുത്തോ എന്ന്. അമൃത ന്യൂസ്, ഇടുക്കി.